മുമ്പേ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയവുമായി ബന്ധമുള്ള അഥവാ അന്ത്യനാളിന്റെ അടയാളമായി അടയാളങ്ങളായി ബന്ധപ്പെട്ട ഒന്നിൽ ഇതിനു മുമ്പുള്ള മതപരമായ പല നമ്മുടെ ദീനിന്റെ വിഷയത്തിൽ മതമനുസരിച്ച് ജീവിക്കുക അല്ലെങ്കിൽ ദീനീ ചിട്ടയോടുകൂടി ജീവിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ദീനിന്റെ ധാരാളം വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് അന്ത്യനാളിനോടനുബന്ധിച്ച് കാര്യം മാറിപ്പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന സത്യം, നീതി, അതുപോലെ തന്നെ ധർമ്മം, ഇതിനൊന്നും ഒരു വിലയില്ലാതെ നീതിയുടെ വക്താക്കളാവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ധർമ്മത്തിന്റെ ആളുകളാവുക, സത്യത്തിന്റെ സഹയാത്രികരാവുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്ത ഒരു വിഷമമുള്ള, ഒരു പ്രയാസമുള്ള, ധാരാളം പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു പരീക്ഷണത്തിന്റെ ബലാലിന്റെ സമയത്താണ്. അതുകൊണ്ടാണല്ലോ ലോകത്ത് മുഴുവനും അംഗീകരിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ, ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായി അംഗീകരിക്കുന്ന നമ്മുടെ വിശ്വാസം. അതിന്റെ വിശദീകരണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മാത്രമല്ല, അല്ലാഹുവിന്റെ തൗഹീദ്, കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തു തൗഹീദ്, അല്ലാഹു അല്ലാതെ ലോകത്ത് ആരാധിക്കപ്പെടാൻ, വിളിച്ചു പ്രാർത്ഥിക്കപ്പെടാൻ ലോകത്ത് മറ്റൊരു ശക്തിയുമില്ല എന്ന പ്രഖ്യാപനം. അപ്പൊ ഇതിലൊക്കെ മുഴച്ചു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട തത്വമാണ് സത്യം, അഥവാ പരമമായ സത്യം പറയാനാണല്ലോ ലോകത്തിലെ പ്രവാചകന്മാർ വന്നത്. എല്ലാ പ്രവാചകന്മാരും വന്നിട്ട് ലോകത്ത് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലോകത്ത് ആരാധിക്കപ്പെടുവാൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ശക്തിയുമില്ല എന്ന പരമമായ സത്യം സഹോദരങ്ങളെ. അപ്പൊ സത്യം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ല, എന്നാൽ കള്ളന്മാർക്കാണ് കൂടുതൽ ഈ കാലത്ത് വില, അത് മറ്റൊരു സത്യമാണ്. അപ്പൊ ലോകത്ത് എല്ലാ പ്രവാചകന്മാരും വരികയും ആ പ്രവാചകന്മാരെല്ലാം വളരെ മോശമായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു. എന്താ പോലും ചെയ്തിട്ട് പരമമായ സത്യം ഒരു പറഞ്ഞു, അതാണ് വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം, പ്രവാചകന്മാരുടെ സന്ദേശം, അഹ്ലു കിതാബിനോട് മുസ്ലിങ്ങൾക്കുള്ള സന്ദേശം, ലോകത്തിലെ എല്ലാ മനുഷ്യരോടുമുള്ള സത്യത്തിന്, അതുപോലെ തന്നെ നീതിക്ക്, ധർമ്മത്തിന്റെ ഭാഗത്ത് നയിക്കുന്ന ആളുകളോടുള്ള പരമപ്രധാനമായ സന്ദേശം എന്താണ്? അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, മുഖ്ലിസീന, ഇതാണല്ലോ മനസ്സിലാക്കുന്നത്, നിഷ്കളങ്കന്മാരായി എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ വക്താക്കളായി, അതിൽ യാതൊരു കളങ്കവും ഉണ്ടാകരുത്, അതിൽ മായമുണ്ടാകരുത്, അതിൽ എന്തെങ്കിലും നമ്മുടെ വക കടത്തിക്കൂട്ടലുകളോ അല്ലെങ്കിൽ നമ്മുടെ വെട്ടിമാറ്റലുകളോ ഉണ്ടാകരുത്. മുഖ്ലിസീന, അത് കൽബ് കൊണ്ടും അമല് കൊണ്ടും ഇഖ്ലാസോടുകൂടി ആളുകളെ നിഷ്കളങ്കന്മാരായിരിക്കണം. വക്രതയില്ലാത്തവരായി, വളവില്ലാത്തവരായി, ഋജുവായ ഇസ്ലാമിന്റെ രാജമാർഗത്തിൽ പറ്റിയവരായി, നമസ്കാരം നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും, അതാണ് യഥാർത്ഥത്തിലുള്ള മതം. മറ്റൊക്കെ യഥാർത്ഥങ്ങളാണ്, മറ്റൊന്നൊക്കെ മായയാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് ലോകത്തിലെ പരമമായ സത്യം. പക്ഷെ ഇന്ന് ഈ സത്യം മുസ്ലിങ്ങളായ ആളുകൾക്ക് പോലും ഗ്രഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിച്ചു. അപ്പൊ വിശുദ്ധ ഖുർആൻ വരച്ചു കാണിക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാം അവതരിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ മുഖമുദ്ര എന്താണ്? അവരുടെ അടിസ്ഥാനം എന്താണ്? സത്യം. സത്യം എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ലോകത്തിൽ വേറെ ആരും ആരാധിക്കപ്പെടും. ഇതാണ് ഏറ്റവും വലുത്. ലോകത്തിലെ ഏറ്റവും വലിയ ജിഹാദ് എന്താണെന്ന് ചോദിച്ചാൽ, അക്രമിയായ രാജാവിന്റെ മുമ്പിൽ വെച്ച് പരമമായ സത്യം,
അഥവാ തൗഹീദ് പറയലാണ് എന്ന് പഠിപ്പിച്ചതാണ്. മൂസാ നബി അലൈഹി സ്വലാം ഫറോവയോട് പറഞ്ഞത് അതാണ്. ഈ ദൈവമല്ലെന്നും ആരാധിക്കപ്പെടാൻ അർഹനല്ലെന്നും, അതുകൊണ്ട് അള്ളാനെ മാത്രം ആരാധിക്കണം. അപ്പൊ ഈ സത്യം എന്ന് പറയുമ്പോൾ ഇത് നമ്മളെ ജീവിതത്തിൽ വിശ്വാസത്തിൽ മാത്രം പോരാ. ആ വിശ്വാസത്തിൽ നിന്നുള്ള സത്യം നമ്മുടെ കർമ്മങ്ങളിലേക്ക് ആവാഹിച്ചു കൊടുക്കണം. ആ വിശ്വാസത്തിലുള്ള സത്യസന്ധമായ ഇസ്ലാമിന്റെ ഒരു പേരനെ ഇസ്ലാമിലേക്ക് നയിക്കണമേ, ദീനിലേക്ക് നയിക്കണമെന്നതിന് പകരം ചൊവ്വായ മാർഗത്തിലേക്ക് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരു വളവുണ്ടാകാൻ പാടില്ല, പിന്നെ ഒരു തിരിച്ചിലൊരു മനുഷ്യനുണ്ടാകാൻ പാടില്ല. പിന്നെ ജീവിതത്തിൽ കച്ചവടമാണെങ്കിൽ സത്യസന്ധത വേണം. അതുപോലെ തന്നെ വൈവാഹിക ജീവിതമാണെങ്കിൽ അവിടെ സത്യസന്ധത വേണം. അതുപോലെ തന്നെ ഒരു അധ്യാപനമാണെങ്കിൽ കള്ളന്മാരെ പഠിപ്പിക്കാൻ പറ്റില്ല. തൊഴിലാളിയാണെങ്കിൽ അതുപോലെ തന്നെ ഏത് സംഗതിയാണെങ്കിലും സത്യസന്ധതയില്ലാത്തവന് ലോകത്ത് ഇതുവരെ വേണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നേരെ മറിച്ച കുറച്ചൊക്കെ കള്ളത്തിലുണ്ടെങ്കിലേ ഗൾഫിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് സമ്പാദിക്കാൻ പറ്റുള്ളൂ. ഇന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചൊരു കാലഘട്ടം. അപ്പൊ ഇന്ന് കള്ളന്മാർക്ക് വിലയുള്ള ഒരു കാലഘട്ടമാണ്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എല്ലാവരും ഉപയോഗിക്കുന്നതായിരുന്നു ഇതുവരെ. കളവ് പറയാൻ പാടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ തൗഹീദിന്റെ ആളുകൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥ സത്യം പറഞ്ഞ ആളുകൾ. പക്ഷെ ആ സത്യം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിലത്തും പരിശോധിച്ച് നോക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സത്യത്തെ പറ്റി ധാരാളം ആയത്തുകൾ മൊബൈലിൽ പറഞ്ഞു. വിശ്വാസികളെ നിങ്ങൾ അള്ളാഹനെ പേടിക്കണം. സത്യത്തിന്റെ പാർട്ടിയുടെ കൂടെ ആയിരിക്കണം നിങ്ങൾ. എന്തെങ്കിലും ആളുകൾക്ക് വേണ്ടി വിളിച്ചു പറയാ, അതിന് എത്ര നുണകളും നിരത്തുന്നു. അങ്ങനെയുള്ള ഒരു പാർട്ടിയിലല്ല നിങ്ങൾ. നിങ്ങൾ സത്യത്തിന്റെ ആളുകളുടെ കൂട്ടത്തിലായിരിക്കണം. എന്ന് വെച്ചാൽ സത്യം പറയുന്ന ആളുകളുടെ കൂട്ടത്തിലായിരിക്കണം നമ്മൾ വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ. അത് തഖ്വയുമായി ബന്ധപ്പെട്ടിട്ടാ പറയുന്നത്. തഖ്വ നമുക്കറിയാലോ, പരലോകത്ത് സ്വർഗം കിട്ടണമെങ്കിൽ തഖ്വ വേണം. അള്ളാഹുവിനെ ഭയപ്പെട്ടവനെ അള്ളാഹു ഏത് പ്രയാസത്തിൽ നിന്നും ഒരു പോംവഴി കൊടുക്കുള്ളൂ, ഒരു പുറത്ത് ചാടാനുള്ള ഒരു എൻട്രി കൊടുക്കുള്ളൂ, ഒരു മാർഗം കൊടുക്കുള്ളൂ, എക്സിറ്റ് കൊടുക്കുള്ളൂ. അല്ലാത്തവന് മാർഗമില്ല. അവന് ദുനിയാവിലും മാർഗമില്ല, പരലോകത്തിലും മാർഗമില്ല. അപ്പൊ തഖ്വയുമായി സത്യം സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസിൽ ഒരു ഹദീസ് പറഞ്ഞു, അലൈക്കും ബിസ്സിദ്ഖ് ഫഇന്ന الصدق يهدي إلى البر وإن البر يهدي إلى الجنة ولا يزال الرجل يصدق ويتحرى الصدق حتى يكتب عند الله صديقا وإياكم والكذب فإن الكذب يهدي إلى الفجور وإن الفجور يهدي إلى النار وما يزال الرجل يكذب ويتحرى الكذب حتى يكتب عند الله كذابا. മുസ്ലിമിന്റെ ചുരുക്കം എന്താണ്? അലൈക്കും. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയായാലും ആശയത്തിലല്ലേ, അതുപോലെ തന്നെ കച്ചവടത്തിലല്ലേ കുറച്ച് നുണയ്ക്കാതെ. ഇങ്ങനെ സത്യത്തിന് വില കുറച്ച് കാണിക്കുന്ന അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. നുണ പറയാത്ത വലിയ കുട്ടിക്ക് ലോകത്ത് വേണ്ടിയിട്ടുണ്ടാവും. അങ്ങനെ നുണ പറയാൻ വേണ്ടി മാത്രം ചില ദിവസങ്ങളെന്ന ലോകത്തിൽ ചോദിച്ചു. ലോകത്തിലെ എല്ലാ ആളുകൾക്കും നുണ പറയുക എന്ന വലിയ തെറ്റ് ചെയ്യാൻ ഒരു ദിവസം തന്നെ ലോകത്തിലെ നേതൃത്വം എല്ലാവരും കൂടി മുസ്ലിങ്ങളെ നമ്മളൊക്കെ മറ്റും ഒരു ദിവസം തന്നെ നിശ്ചയിച്ചു. ഈ മാസത്തിന്റെ ആദ്യത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഏത് ചെറിയ വ്യത്യാസം ഏപ്രിൽ ഫൂൾ. അപ്പൊ നുണ പറയാൻ വേണ്ടി മാത്രം ഒരു ദിവസം നിശ്ചയിക്കുകയും അത് ആഘോഷിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ കുട്ടികളെ സഹാബിന്റെ ചരിത്രം പറയാം. ഒരു കുട്ടിയെ ഇത് അനക്കാനൊരു സാധനം തരാ ഇത് വാന്ന് പറഞ്ഞ വാക്കിന് വിളിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ വിളിച്ചാൽ മതി. അവരൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതെന്നെ ഭയങ്കര. ഒരു കുട്ടിയെ പറഞ്ഞത് കേൾക്കാത്തൊരു കുട്ടിയാണ്. ആ കുട്ടിയെ വിളിച്ചിട്ട് വരുന്നില്ല. അപ്പൊ നമ്മൾ ഏതാളും പറയും, മരം കെട്ടുക, എനിക്ക് ഐസ്ക്രീം തരാം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ അവന്റെ കുറ്റം അത് തന്നെ മതി. ഒരു ഹദീസിൽ പറഞ്ഞത് കേൾക്കണമൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. എന്ത് കേട്ടാലും ആകാശവാണി മാതിരി അപ്പുറത്ത്
അവരെ പറ്റി